ഗപ്പികൾ തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്ന അലങ്കാര മത്സ്യങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഞാൻ നന്ന ചെറുപ്പത്തിൽ വളർത്തുമായിരുന്നു. അക്കാലത്ത് ഗപ്പികൾക്ക് വില കുറവായിരുന്നു. എന്ന് വെച്ചാൽ വേറെ തരം മത്സ്യങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ കൂടെ ഫ്രീ ആയിട്ടൊക്കെ ഗപ്പികളെ കിട്ടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരു ജോഡിക്ക് ഏകദേശം ചെറിയ ഗോൾഡ് ഫിഷിൻ്റെ വില തന്നെ ഉണ്ട്. അന്ന് ഗോൾഡ് ഫിഷായിരുന്നു ഏറ്റവും വില കൂടിയ മത്സ്യം. പിന്നെ ഇതിൽ കണ്ടില്ലേ, ഇത് കുറച്ച് സൂം ചെയ്ത വ്യൂ ആണ്. വലുതായിട്ട് കാണുന്ന അതിൻ്റെ ഫീമെയിൽ മത്സ്യങ്ങളാണ്. വലിപ്പം താരതമ്യേന കുറവുള്ളതാണ് മെയിൽ മത്സ്യങ്ങൾ. കളറ് മെയിൽ മത്സ്യങ്ങൾക്കാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക, സൈസും കുറവാണ്. ഗപ്പികളുടെ ഒരു പ്രത്യേകത, അവ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുകയല്ല ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെയാണ് നേരിട്ട് ജന്മം നൽകുന്നത്. ആ ഒരു വ്യത്യാസം. എല്ലാ മത്സ്യങ്ങളും അങ്ങനെയല്ല, കുറച്ച് തരം മത്സ്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത്. കുഞ്ഞുങ്ങളെ നേരിട്ട് പുറത്തുവിടുന്ന ലൈവ് ബെയറേഴ്സ് എന്നാണ് അത്തരം മത്സ്യങ്ങളെ പറയുന്നത്. ഗപ്പികൾ അങ്ങനെയാണ്. ഗപ്പികൾ പൊതുവേ അക്വാറിയത്തിൻ്റെ ഉപരിതലത്തിൽ നീന്തി കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഗപ്പികളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലമാണ് പറയുന്നത്. പക്ഷേ ഗോൾഡ് ഫിഷിന് അതല്ല, ദശാബ്ദങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഗോൾഡ് ഫിഷ് നല്ലോണം വലുതാവും. ഗപ്പികൾ പേറി വന്നാൽ 2-3 ഇഞ്ച് വലിപ്പമേ വരുള്ളൂ. ഗോൾഡ് ഫിഷ് അത്രയൊന്നുമല്ല, ഒരു കൈൻ്റെ അത്രയൊക്കെ വലിപ്പം വരും. ഇവിടെ തന്നെ അത്യാവശ്യം 15 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഗോൾഡ് ഫിഷ് എൻ്റെ കയ്യിലുണ്ട്. ഒരു കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ വേറെ അക്വാറിയത്തിൽ വളരുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നും വലിപ്പം ഗപ്പികൾ വരില്ല. പിന്നെ ഈ ഗപ്പികളുടെ ഒറിജിൻ തെക്കേ അമേരിക്കയിൽ നിന്നായിരുന്നു. അവിടെയൊക്കെ സാധാരണ ജലാശയങ്ങളിലൊക്കെ കാണാമെന്നാണ് പറയണേ. പിന്നെ ഇവയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കുറച്ച് ഹാർഡി ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. ഓവുചാലിലൊക്കെ വളരാറുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഓവുചാലിലൊക്കെ ഗപ്പികളെ കാണാറുണ്ട്. ഒരു പക്ഷേ അക്വാറിയത്തിൽ നിന്ന് ഒഴുക്കി കളയുന്നതായിരിക്കും. കാരണം അന്ന് ഇതിന് തീരെ വില കുറവായിരുന്നല്ലോ. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ചിലതൊക്കെ അവർ ഒഴുക്കി കളഞ്ഞിട്ടായിരിക്കണം. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ഓവുചാലിൽ ഇറങ്ങിയിട്ട് ഗപ്പികളെ പിടിക്കാൻ നോക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ അറിയില്ല, ഇപ്പോൾ ഓവുചാലിനൊക്കെ മൂടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് കാണുമില്ല. പിന്നെ നമ്മൾ അധികം അങ്ങനെ കാണാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അതൊക്കെയാണ് ഗപ്പികളെ പറ്റിയുള്ള വിശേഷങ്ങൾ.